T20 വേൾഡ് കപ്പ് കിരീടത്തിന് ശേഷം നായകൻ രോഹിത് ശർമ്മയും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും T20 നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. രാഹുൽ ദ്രാവിഡ് ഇനി ഇന്ത്യയെ പരിശീലിപ്പിക്കാനുമില്ല. അതുകൊണ്ട് തന്നെ ഇനി പുതിയ പരിശീലകന് കീഴിൽ T20 പുതിയ നായകനും വന്നേക്കും. ഇങ്ങനെ T20 പുതിയ നായകനെ കുറിച്ചുള്ള ചർച്ചകളിൽ ഉയരുന്ന ഒരു പേരാണ് സഞ്ജു സാംസൺ. ഇത്തവണത്തെ വേൾഡ് കപ്പിൽ വൈസ് ക്യാപ്റ്റനായ ഹർദിക് പാണ്ഡ്യക്കാണ് കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നതെങ്കിലും സഞ്ജു സാംസണിന്റെ പേരടക്കം ഉയർന്നു വരുന്നുണ്ട്. ഇതിനിടയിലാണ് രാജസ്ഥാൻ റോയൽസിലെ തന്റെ സഹതാരമായ റിയാൻ പരാഗ് സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി മികവിനെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നത്. സഞ്ജുവിനെ മികച്ച ക്യാപ്റ്റനാക്കുന്ന കാര്യവും അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണവും തുറന്നു പറഞ്ഞിരിക്കുകയാണ് റിയാൻ പരാഗ്. സഞ്ജുവിനെ കുറിച്ച് പരാഗ് പറഞ്ഞ കാര്യം ഇതാണ്: കഴിഞ്ഞ 6 വർഷക്കാലമായി ഞങ്ങൾ വളരെ അടുത്തിട്ടുണ്ട്. നിലവിലെ മികച്ച ബാറ്റർമാരിൽ ഒരാളാണ് സഞ്ജു ബയ്യ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വിക്കറ്റ് കീപ്പിംഗ് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുവെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഫീൽഡിൽ വെച്ച് നിങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് പഠിക്കാൻ കഴിയും. ഉള്ളിൽ രോഷമുണ്ടെങ്കിലും അദ്ദേഹം സ്വയം നിയന്ത്രിക്കുന്നതും മത്സരം തോൽക്കുന്ന സാഹചര്യങ്ങൾ അത് കൈകാര്യം ചെയ്യുന്നതും മികച്ച രീതിയിലാണ്. അതുകൊണ്ടാണ് നമുക്ക് ക്യാപ്റ്റനിൽ നിന്ന് ആത്മവിശ്വാസം ലഭിക്കുന്നത്. കാരണം ദേഷ്യപ്പെടുകയും തന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ക്യാപ്റ്റനെയല്ല ഒരിക്കലും നമുക്ക് ആവശ്യമുള്ളത്. കളി ജയിച്ചാലും തോറ്റാലും അദ്ദേഹം തന്റെ വികാരങ്ങൾ നിയന്ത്രിച്ച് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. ഈ സ്വഭാവമാണ് സഞ്ജു സാംസനെ ഏറ്റവും മികച്ച ക്യാപ്റ്റനാക്കി മാറ്റുന്നത്, റിയാൻ പരാഗ് പറഞ്ഞു. തീർച്ചയായിട്ടും സഞ്ജു സാംസണിന്റെ ക്യാപ്റ്റൻസി മികവ് IPL എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. പല മുൻ താരങ്ങളും അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി കണ്ട് വാനോളം പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. T20 വിരാട് കോഹ്ലി വിരമിക്കൽ പ്രഖ്യാപിച്ചതിനാൽ അദ്ദേഹത്തിന്റെ പൊസിഷനിലേക്ക് സഞ്ജുവിന് സാധ്യതകൾ ഏറെയാണ്. ഇത്തവണ T20 വേൾഡ് കപ്പ് ടീമിലുണ്ടായിരുന്നെങ്കിലും സഞ്ജുവിന് ഇന്ത്യക്ക് വേണ്ടി പ്രധാന മത്സരങ്ങളൊന്നും കളിക്കാൻ സാധിച്ചിരുന്നില്ല. ബംഗ്ലാദേശിനെതിരായ സന്നാഹ മത്സരത്തിൽ മാത്രമാണ് സഞ്ജു ഇറങ്ങിയത്. എന്നാൽ സിംബാബ്വെക്കെതിരായ T20 പരമ്പരയിൽ ഇനി സഞ്ജുവിന് കളത്തിലിറങ്ങാൻ സാധിക്കും. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ 2 കളികളിൽ നിന്ന് BCCI താരത്തെ ഒഴിവാക്കിയിരുന്നു. വേൾഡ് കപ്പ് ടീമിനൊപ്പം ഇന്ത്യയിലെത്തുന്ന സഞ്ജു ആഘോഷങ്ങൾക്ക് ശേഷം ഹരാരയിലെത്തി ടീമിനൊപ്പം ചേരും. ഇനിയുള്ള സഞ്ജുവിന് ലഭിക്കുന്ന അവസരങ്ങൾ അദ്ദേഹത്തിന് മുതലാക്കാൻ സാധിച്ചാലായിരിക്കും T20 അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിക്കാൻ സാധിക്കുക. അങ്ങനെ സ്ഥാനം ഉറപ്പിക്കാൻ സാധിച്ചാൽ നായക പദവിയും ചിലപ്പോൾ പിറകെ വന്നേക്കാം. രോഹിത്തിന് ശേഷം T20 ഇന്ത്യയെ ശരിക്കും ആരാണ് നയിക്കേണ്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.